ഹായ് ഹലോ, നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന ഇനിയൊരു നായകൻ്റെ വരവല്ല, വില്ലൻ്റെ വരവാണ്. ഗംഭീരമായിട്ടുള്ള ഒരു വില്ലൻ്റെ വരവെന്ന് തീർച്ചയായും ഇതിനെക്കുറിച്ച് പറയാനൊന്നും പല വീഡിയോസ് നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്, പക്ഷേ ടൈമും കിട്ടിയില്ല. അപ്പോൾ ഇന്നെന്തോ കൂടുതൽ കൃഷകാരെന്ന് കൊടുക്കുക വളരെ നോർമലായിട്ടുള്ള വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഒരു നായകൻ്റെ വരവിനല്ല, ഒരു വില്ലൻ്റെ വരവിന് കാത്തിരിക്കുന്ന ഒരു വേറെ റീസൺ സംസാരിക്കാൻ വേണ്ടി പോകണം. അതായത് നമ്മുടെ മമ്മൂക്ക വില്ലനായി വരാൻ വേണ്ടി ചിത്രമാണ് കളങ്കാവൽ എന്നാണ് ചിത്രത്തിൻ്റെ പേര് പോലും ഒരുപാട് മാറ്റങ്ങൾ കൊടുത്തിരുന്നു. മുന്നേ തന്നെ പറഞ്ഞിരുന്നു ഒരു ദാരികനും അതുപോലെ തന്നെ എന്താ പറയുക ദേവനും തമ്മിലുള്ള ഒരു പോരാട്ടത്തിൻ്റെ കഥയെന്ന് പറഞ്ഞിരുന്നു. ദാരികനായി മമ്മൂട്ടി എത്തുമ്പോൾ ദേവനായി വരാൻ വേണ്ടി ഇപ്പോൾ വിനായകനാണ്. പക്ഷേ ഇതിൽ എന്താ പറയുക ഒരുപാട് പ്രത്യേകതകളുണ്ട്. ജിതിൻ കെ ജോസാണ് ഇതിൻ്റെ ഡയറക്ഷൻ. മുൻ ചിത്രം കുറുപ്പ് എന്ന് പറയുന്ന ദുർഗസമയ നായകൻ്റെ ചിത്രമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ചിത്രമാണ് വരാൻ വേണ്ടി പോകുന്നത്. കളങ്കാവനെ കുറിച്ച് പറയുമ്പോൾ വിനായകൻ ഒരു പോലീസ് ഓഫീസർ റോളിലാണ് വരാൻ വേണ്ടി പോകുന്നത്. മമ്മൂട്ടിയോട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വില്ലൻ കഥാപാത്രമാണ്. തീർച്ചയായിട്ടും ഇതൊരു റിയൽ സ്റ്റോറി എന്നൊക്കെ കേൾക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഒരു UVA സർട്ടിഫിക്കറ്റാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. കാരണം ഒരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ ട്രെയിലറിൻ്റെ കട്ട്സ് വീഡിയോ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ എല്ലാ ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ചോദ്യചിഹ്നമായി മാറുന്ന ഒരവസ്ഥ തന്നെയാണ്. ഒരു പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ ഒരു ഗംഭീരമായിട്ടൊരു പകർനാടൻ തന്നെ കളങ്കാവന് കാണാൻ സാധിക്കും. കാരണം പ്രമേയത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹം വില്ലനായിട്ടുള്ള ഒരു അഴിഞ്ഞാട്ടം. അതിനുശേഷം 2025 വരുമ്പോൾ ഒരു നായകനോടപ്പുറത്തോട്ടൊരു വില്ലൻ്റെ വരവിലായിരിക്കും നമ്മൾ ആഘോഷിക്കപ്പെടാൻ വേണ്ടി പോകുന്നുണ്ടാവുക. ഒരു പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ ഒരു അവാർഡുകൾ കിട്ടാൻ ചാൻസുള്ള ചിത്രമാണ് കളങ്കാവൽ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ പ്രത്യേകത. ഞാൻ പറയാൻ കാരണം വേറൊന്നുമില്ല, ഒരു പക്ഷേ ഇത്ര വലിയ മെഗാസ്റ്റാർ ഇതുവരെ ആരും ചെയ്യാൻ മടിക്കുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം ഒരു പക്ഷേ ആ റോൾ കാണുന്ന പ്രേക്ഷകരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വെറുപ്പ് തോന്നിക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും സമ്മാനിക്കുന്നുണ്ടാവുക. കാരണം ഇതിൽ വേറൊന്നുമില്ല, സൈനൈഡ് മോഹനൻ എന്നാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര്. ഒരു പണ്ടത്തെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വില്ലൻ. കാരണം വേറെ ഒന്നല്ല, 20ഓളം സ്ത്രീകളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് പ്രകോപിച്ച് അവർ ലൈംഗികമായി ചൂഷണം ചെയ്ത് അവർ സ്വർണവും അതുപോലെ തന്നെ സ്വർണവും പണവും എല്ലാം കൈവശപ്പെടുത്തി അവരെ കൊല്ലുന്ന ഒരു കുറ്റവാളിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ കഥയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കുറ്റവാളി. ഏകദേശം 20ഓളം സ്ത്രീകളെയാണ് ഇതിൽ കൊലപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. കാരണം ഒരു കട്ട്സ് വീഡിയോ വന്നപ്പോഴും മാത്രമുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു. അതിനുശേഷം അവർ സൈനൈഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ കുടിപ്പിച്ച് കൊല്ലുന്ന രീതി. അതുകൊണ്ടായിരിക്കും സൈനൈഡ് മോഹൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ കഥാപാത്രം മമ്മൂക്കയ്ക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ആ പേര് കൊടുക്കാൻ വേണ്ടി കാരണം. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ ഗംഭീരമായുള്ള ഒരു പകർനാട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ വലിയ കോടികളുടെ കണക്കുകളൊന്നും ഞാൻ പറയാൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ അതേപോലത്തെ ഒരു സ്റ്റോറി ആണെങ്കിൽ അല്ലെങ്കിൽ ഏകദേശം 90% ഉറപ്പാണ്. അപ്പോൾ അതേപോലത്തെ രീതിയിൽ തുടക്കം തൊട്ട് കൊടുക്കുകയും അതേ ഗംഭീരമായിട്ടുള്ള വില്ലൻ്റെ ഒരു പ്രകടനാട്ടം തന്നെ കാണാൻ സാധിക്കുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ മറ്റൊരു പൊന്നിതുവരെ അല്ലെങ്കിൽ എഴുതി ചേർക്കാൻ വേണ്ടി പോകുന്ന കഥാപാത്രം തന്നെയായിരിക്കും സൈനൈഡ് മോഹനെ കളങ്കാവൽ മമ്മൂക്ക അവതരിക്കുന്ന കഥാപാത്രം. അപ്പോൾ തീർച്ചയായിട്ടും വിനായകനാണ് ഇതിൽ നായകനായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. മുന്നേ തന്നെ പറഞ്ഞിരുന്നു വിനായകനാണ് മമ്മൂട്ടി ഇതിൽ വില്ലനായിട്ട് സജഷൻ ചെയ്തിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷകൾ കാത്തിരിക്കാം. കാരണം ഒരു വ്യക്തി ആ ഒരു കഥാപാത്രത്തെ കാണുമ്പോൾ ഇന്ന വ്യക്തി ചെയ്താൽ കൊള്ളാമെന്നൊരു തോന്നലുണ്ടാവും. മമ്മൂട്ടി നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിന് എന്താ പറയുക പണത്തിനോടുള്ള അത്യാഗ്രഹം അഭിനയത്തോടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഗംഭീരമായിട്ടുള്ളൊരു പകർനാട്ടം കാണാൻ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ചിത്രം എന്തായാലും ജൂണിൽ റിലീസ് ചെയ്യുന്നതിന് പ്ലാൻ ചെയ്ത് അവസാനം കിട്ടിയ അപ്ഡേറ്റ് ജൂൺ 5-ാം തീയതി റിലീസ് ചെയ്യുന്നതൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കളങ്കാവൽ ജൂണിൽ തന്നെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ ഗംഭീരമായിട്ടുള്ള ഒരു വില്ലൻ്റെ ഒരു പകർനാട്ടം തന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.